അങ്ങനെ ജെയിംസ് ഗൺ സംവിധാനം ചെയ്ത സൂപ്പർമാൻ എത്തിയിരിക്കുകയാണ്. ഒരു മാർവൽ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ സൂപ്പർമാനെ പറയാവുന്നതാണ്. അതുപോലെ ഒരു ക്രിയേഷൻ നടന്നിട്ടുണ്ട് സൂപ്പർമാന്. ഒരു അഴിച്ചുപണിയൊക്കെ ഉണ്ട്. ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് സൂപ്പർമാൻ. എന്തായാലും കൊള്ളാം. സാധാരണ നമ്മൾ DC സിനിമയിലേക്ക് കയറുമ്പോൾ ഒരു 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 വയലൻ്റ് ഡാർക്ക് ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് നമ്മൾ പോകുന്നതാണ്. എന്നാൽ DC-യിൽ നിന്നും മാറി ചിന്തിക്കാവുന്ന ഒരു സൂപ്പർമാനെ പോലെയാണ് ഇത്തവണ സൂപ്പർമാൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സൂപ്പർമാൻ നമുക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഉത്തരം മാൻ ഓഫ് സ്റ്റീൽ, നോളൻ തയ്യാറാക്കിയ സ്ക്രിപ്റ്റിൽ വന്ന മാൻ ഓഫ് സ്റ്റീലും അത് കഴിഞ്ഞ് വന്ന ഹെൻറി കാവിലിന്റെ സിനിമകളൊക്കെയാണ്. സൂപ്പർമാനെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഹെൻറിയുടെ സൂപ്പർമാൻ തന്നെയാണ്. എല്ലാവരും അത് ഒരേപോലെ തന്നെ പറയും. അതിനൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, ആ സിനിമയ്ക്ക് തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. എന്നാൽ ജെയിംസ് ഗണ്ണിന്റെ ഡേവിഡ് അവതരിപ്പിച്ച സൂപ്പർമാനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായ ഒരു മാറ്റമുണ്ട്. കുറച്ചും കൂടെ കളർഫുള്ളായി, കുറച്ചും കൂടെ മികച്ചതായി എന്നുള്ളൊരു അനുഭവമുണ്ട്. DC സിനിമകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ മികച്ചതായി. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ശരിക്കും വ്യത്യാസമുണ്ട്. നമ്മളൊരു സൂപ്പർമാൻ സിനിമ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെയാണല്ലോ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇതേ പാറ്റേണിലാണ് വരുന്നത്. പക്ഷേ എന്നാലും കുറെ നമ്മളെ എൻഗേജ് ചെയ്ത് പിടിച്ചിരുത്തുന്നുണ്ട് സൂപ്പർമാൻ. അതുപോലെ തന്നെ വില്ലനെത്തിയ ലെക്സ് ലൂതർ, പുള്ളിയുടെ കഥാപാത്രം അതിഗംഭീരമാണ്. ഒരു നെക്സ്റ്റ് ലെവൽ വില്ലൻ എന്നൊക്കെ പറയാം. നമുക്കും തന്നെ എൻഗേജ് ചെയ്യിപ്പിച്ച നമ്മളെ ഒരു വില്ലനസിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ പുള്ളി മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വില്ലന്മാരുകളൊക്കെ, സൂപ്പർ ഹീറോകളൊക്കെ ഓരോ ആൾക്കാരും വരുന്ന നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് VFX തന്നെ ഗംഭീരമാണ്. സൂപ്പർമാൻ്റെ പറക്കുന്ന രീതിയൊക്കെ നമ്മളെ ശരിക്കും ഇതിനു മുമ്പ് സൂപ്പർമാൻ പറന്നതിനേക്കാളും ഒരു എഫക്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സൂപ്പർമാൻ്റെ ഡോഗ് അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും സൂപ്പർമാൻ ഒരു നെക്സ്റ്റ് ലെവൽ, DC-യുടെ ഒരു നെക്സ്റ്റ് ലെവൽ പടമെന്ന് വേണമെങ്കിൽ പറയാം. ഇതോടുകൂടി DC-യുടെ ചിലപ്പോൾ തലവര തന്നെ മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എങ്ങും മികച്ച അഭിപ്രായമാണ് സൂപ്പർമാൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ DC-യുടെ തലവര മാറാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റിസ് ലീഗ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ സൂപ്പർമാനെ വേറെ ലെവലിലേക്ക് എത്തിച്ചാൽ അടിപൊളിയായിരിക്കും. ജെയിംസ് ഗണ്ണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ്, ഇതിൻ്റെ കഥ ഒരു വ്യത്യസ്തമായി തോന്നി. അത് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുന്നിട്ടുണ്ട്. തുടക്കം തന്നെ നമുക്ക് ഫീൽ ചെയ്യും സൂപ്പർമാന് ഇതെന്താണ് സംഭവിച്ചത്. പലരും ട്രെയിലറൊക്കെ കണ്ട് കുറ്റം പറഞ്ഞെങ്കിലും അത് എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്ന് സിനിമ നല്ലപോലെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ രസമായിട്ടുണ്ട്. കണ്ടു തന്നെ അറിയേണ്ട ഒരു സൂപ്പർമാൻ തന്നെയാണ്. വിഷ്വലി ഗംഭീരമാണ്. അത് ചെയ്തു വെച്ചേക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ജെയിംസ് ഗണ്ണ് നല്ലതായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ സൂപ്പർമാനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്നൈഡറിന്റെ ഒരു സൂപ്പർമാൻ ലെവലിലേക്ക് എത്തിയില്ല വേണമെങ്കിൽ അവരുടെ ഫാൻസുകാർ പറഞ്ഞേക്കാം. പുള്ളിയുടെ ഒരു വേറെ മേക്കിംഗ് സ്റ്റൈലായിരുന്നു, ജെയിംസ് ഗണ്ണിന്റെ വേറെ മേക്കിംഗ് സ്റ്റൈലാണ്. രണ്ടുപേരുടെയും രണ്ട് രീതി, രണ്ട് തട്ടിൽ വെക്കാവുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരാളുടെ ഇച്ചിരി ഡാർക്ക് ആണെങ്കിൽ, കുറച്ച് സീരിയസ് ആണെങ്കിൽ, കുറച്ച് ഇപ്പോഴത്തേക്കുന്ന ജെയിംസ് ഗണ്ണ് ഇച്ചിരി ലൈറ്റാണ്, എന്നാൽ ഡാർക്ക് ഷെയ്ഡും അതിനകത്തുണ്ട്. നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് കണ്ണെടുക്കാൻ നമ്മൾ കണ്ടിരിക്കും സൂപ്പർമാൻ. പിന്നെ സൂപ്പർമാനായി എത്തിയ ഡേവിഡും കുഴപ്പമില്ല. ഹെൻറിയുടെ അത്രയും വരുത്തില്ലെങ്കിലും ഡേവിഡ് പിടിച്ചു നിന്നു സൂപ്പർമാനായിട്ട്. പിന്നെ പഴയ സൂട്ടൊക്കെയാണ്, അതൊക്കെ ഉള്ളായിരുന്നു, കുഴപ്പമില്ല, പുള്ളിക്ക് ചേരുന്നുണ്ട്. പിന്നെ എങ്ങനെ ഭംഗിയായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഹെൻറിയുടെ ഒരു ഭംഗി നമുക്ക് വിഷ്വലി ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറേ പടങ്ങൾ വന്നല്ലോ സൂപ്പർമാനായിട്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ഫിസിക്കും ഓവറോൾ സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു ലുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അയൺമാനൊക്കെ വരുമ്പോഴത്തേക്ക് അയൺമാൻ്റെ സൂട്ട് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ക്യാമറ വഴിയിലേക്ക് പോകും. സൂട്ട് കാണാൻ തന്നെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ. അതുപോലെ സൂപ്പർമാനെ ഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഹെൻറിയുടെ ആയിരിക്കും. ആ ഒരു ലുക്കിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും ഡേവിഡും മികച്ചതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും സൂപ്പർമാൻ സീക്വൻസുകൾ വരാൻ സാധ്യതയുണ്ട്. ഡേവിഡ് മികച്ചതായി ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ ഡേവിഡ് എന്ന സൂപ്പർമാനൊപ്പം എത്തിയ സ്വന്തം കാമുകി ലൂയിസ് ലൈൻ മികച്ചതായിട്ടുണ്ട്. നടിയും അടിപൊളിയായിട്ടുണ്ട്. റേച്ചലാണ് ലൂയിസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെ കെമിസ്ട്രിയും അടിപൊളിയായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊരു പ്ലസ് ആണ് സത്യം പറഞ്ഞാൽ സൂപ്പർമാന്റെ. പിന്നെ സൂപ്പർമാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡേവിഡ് ക്ലാർക്കായി വന്നതിലാണ് കുറച്ചും കൂടെ ഭംഗി. ഇതും സൂപ്പർമാനേക്കാളും ഭംഗി ക്ലാർക്കിനായിരുന്നു. മറ്റേ രംഗത്ത് അങ്ങനെയല്ല. ക്ലാർക്കിന് വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ സൂപ്പർമാൻ എത്തുമ്പോഴത്തേക്ക് അടിപൊളിയാവും. ഇത് അങ്ങനെ തിരിച്ചു തോന്നുന്ന രീതിയിലായിട്ട് വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം സൂപ്പർമാൻ.